എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യമേ നമുക്ക് ചിക്കൻ എടുക്കാം. ഇപ്പം ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസിൽ കട്ട് ചെയ്ത് മേടിച്ചാണ്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ വെള്ളമെല്ലാം വാരാൻ വെച്ചിട്ട് വെള്ളം വാർന്ന് എടുത്തതാണിത്. ഇത് 1/2 കിലോ ചിക്കനുണ്ട്. 1/2 കിലോ ചിക്കന്. അടുത്തതായിട്ട് നമുക്കിതിനകത്തോട്ട് വേണ്ടിയത് സവാള അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ക്യാപ്സിക്കം. ഇപ്പം എരിവിനാവശ്യമായ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. മല്ലിയില, കരിയാപ്പല, പച്ചമുളക്, ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, സവാള. ഞാൻ മീഡിയം സൈസ് 2 സവാളയാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസാണ്. കാരണം ഞാനിപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ആരുമില്ല, ഞാൻ തന്നേ ഉള്ളൂ, അതുകൊണ്ടാണ്. അടുത്തതായിട്ട് വേണ്ടിയത് നമുക്ക് ഒരു തക്കാളി, ഒരു വലിയൊരു തക്കാളിയാണ്. അത് ചെറുതായി അരിഞ്ഞത് തക്കാളിയെ. പിന്നെ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് കഴുകി ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് തേങ്ങാക്കൊത്ത്. തേങ്ങ ഞാൻ ഈ സൈസിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്. തേങ്ങായും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ തേങ്ങ ഇടുന്നത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് തേങ്ങായും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഇത് ചിക്കൻ മസാലയാണ്. അതിനകത്തോട്ട് ഞാൻ കോൺഫ്ലോറും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കോൺഫ്ലോറും മല്ലിയില ഉണക്കി പിന്നെ പൊടിച്ച് അതും ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് കുറച്ച് നാളിത് കേടുകൂടാതെ ഇരിക്കും. അപ്പം അതിലെ ഒരു 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഞാൻ എടുത്തില്ല, കാരണം ഇതിനകത്ത് ഉപ്പുള്ള കാരണമേ. അത് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനകത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് ഒരു ശകലം കൂടെ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ഒന്നും ഇതിന് ഞാൻ ചേർക്കത്തില്ല. മഞ്ഞൾപ്പൊടി അത് ഒരു 1/2 ടീസ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായത് ഒരു മുട്ടയാണ്. അതും കൂടെ നമുക്ക് പൊട്ടിച്ച് ചേർത്തിട്ട് ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൈ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോടെയോ ഒന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ, എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മുളക് പൊടി മാത്രം ചേർക്കാം, മല്ലിപ്പൊടി ചേർക്കാൻ പാടില്ല. ഇനി നന്നായിട്ട് പറയാൻ വിട്ടുപോയി. പിന്നെ കുഴയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു 1/2 ലെമൺ, പകുതി ലെമൺ, അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ കൈവച്ച് തന്നെ മിക്സ് ചെയ്യുകയാണ്. നമ്മളിത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ഇതിനൊരു കളറൊക്കെ കണ്ടോ, നല്ല അടിപൊളി കളറാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ മസാല, നമ്മൾ മാമൂലി ചിക്കൻ മസാല വറുത്തെടുക്കത്തില്ലേ പൊടിച്ച്, അതുപോലെ തന്നെ പൊടിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് കോൺഫ്ലോർ ചേർക്കണം. കോൺഫ്ലോറും ചേർത്തു, ഉപ്പും ചേർത്ത്, പിന്നെ നമുക്ക് ഇച്ചിരി മല്ലിയില ഒന്ന് ഉണക്കിയിട്ട് അത് വറുത്ത് അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. പൊടിച്ച് ചേർക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പിന്നെ 2 ഇതിൽ പൾസ് മോഡിലിട്ടൊന്ന് 2 ചുറ്റിച്ചെടുത്താൽ മതി. അതിൻ്റെ തണ്ടെടുക്കരുത്, ഇല മാത്രമേ. അതും കൂടി ഇട്ട് നമ്മൾ ഉപ്പുമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണേലും അത് കേടുകൂടാതിരിക്കും. അപ്പം നമുക്ക് എമർജൻസി ഇപ്പം പിന്നെ ഒരു ചിക്കൻ വറക്കണമെന്നൊക്കെ ഉണ്ടെന്നില്ല, അന്നേരം നമ്മളിത് റെഡിയാക്കാൻ പോകണ്ട, ഇങ്ങനെ ചെയ്തേച്ചാൽ മതി. അപ്പം നന്നായിട്ടൂടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ
ചിക്കനെല്ലാം ഇത് ചെയ്യാൻ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. അരമണിക്കൂറിനും കൂടുതൽ വേണേലും നമുക്ക് വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാമേ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല അടികട്ടിയുള്ള പാത്രം വേണം ഇതിന് വെക്കാനായിട്ട്, മെയിൻ അതാണ് വേണ്ടിയത്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കന് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിനകത്ത് ഇപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി തന്നെ നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് പക്ഷേ ശരിക്കും വെന്തില്ല. ഇനി ഇച്ചിരി സമയം കൂടെ എടുക്കും. നമ്മൾ വെള്ളം ഒഴിക്കാതൊക്കെ തിളക്കിയൊക്കെ എടുക്കണം. നോക്ക്, അതിൽ നിന്നുള്ള വെള്ളവും പിന്നെ ഇഞ്ചി തക്കാളി അതിൻ്റെയൊക്കെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിനകത്ത് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് തന്നെ നമുക്ക് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതിനകത്തൊരു ശകലം പോലും ഞാൻ വെള്ളവും ഒഴിച്ചില്ലായിരുന്നു. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, നമുക്ക് ഇത്രയും മതി. ഇനിയും ഇത് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഇത്രയത്തിൽ അങ്ങ് നിർത്തിയെടുക്കുകയാണ്. ഇതാണ് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും പൂരി ദോശ എല്ലാത്തിനും പറ്റിയ ഒരു ഡിഷാണിത്. കണ്ടോ? ഒരു വെറൈറ്റി ആയിട്ടില്ല. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ചിക്കൻ ഫ്രൈ വെറൈറ്റി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി പൊട്ടറ്റോ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ശകലം വിട്ടുപോയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു. അത് കാരണം പുള്ളിക്കാരിയായിട്ട് വർത്താനം പറയാൻ പോയി ആ വീഡിയോ അവിടെ എടുക്കാൻ പറ്റിയില്ല. നമ്മളെല്ലാം ചേർത്തൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിച്ചിട്ട് പിന്നെ വെള്ളം എല്ലാം പറ്റി കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് തോർത്തിട്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കണം. അതിനകത്ത് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ. ആ പാട്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടായിരുന്നു പുള്ളിക്കാരിയുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയാണിത്. ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും എല്ലാത്തിനും നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.